This news is brought to you by Sri Shankaracharya Computer Center, Merchant Square, near bus stand, Cherubura. സർവീസിൽ നിന്നും വിരമിക്കുന്ന വിവിധ മേഖലകളിലെ ജീവനക്കാർക്ക് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചെറുപുഴ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ റെജിനാമ്മ, അംഗൻവാടി ഹെൽപ്പർമാരായ ഓമന കെ, സാവിത്രി രാഘവൻ എന്നിവർക്കാണ് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ യാത്രയയപ്പ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസുമ പനക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലീന വില്യം, കെ ഡി പ്രവീൺ, വാർഡ് മെമ്പർമാരായ ടി പി ചന്ദ്രൻ, ജോസ് പി ജെ, ഗീത, ബിറ്റാജ് തോമസ്, ഡോക്ടർ പ്രവീൺ, രേഖ, ശ്രീദേവി എന്നിവർ സംസാരിച്ചു. യാത്രയയപ്പിന് മറുപടിയായി ഡോക്ടർ റെജീനാമ്മ, ഓമന കെ, സാവിത്രി രാഘവൻ എന്നിവർ നന്ദി രേഖപ്പെടുത്തി. ജനപ്രതിനിധികളും പഞ്ചായത്ത് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികളുമായിട്ടുള്ള വലിയ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവരുടെ കൊച്ചുകുട്ടികളെ അടക്കം പരിപാലിച്ച ഒരു വലിയ സേവനത്തിന് പൂർത്തിയാക്കിയതിന് ശേഷം അവരെല്ലാം നമ്മളെ ആദരിച്ചുകൊണ്ടുള്ള യാത്രയയപ്പ് ചടങ്ങാണ്. അതുപോലെ തന്നെ നമ്മുടെ NRHMന്റെ ഡോക്ടർ റെജീനാമ്മ, നമുക്കറിയാം ചെറുപുഴ പഞ്ചായത്തിലോട്ട് വന്നിട്ട് 1.5 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഞങ്ങൾ പുതിയ ഭരണസമിതിക്ക് വളരെ കുറച്ച് കാലമേ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഡോക്ടർ സേവനം കൊണ്ട് അതിലോട്ട് ആൾക്കാരൊക്കെ വളരെ സംതൃപ്തമായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയിലൊക്കെ സാധാരണക്കാർ വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു. വളരെ സന്തോഷത്തോടെ ഡോക്ടറെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. സേവനമാണെന്നും ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കാണിച്ചു തന്നു. കഴിഞ്ഞ 18 മാസക്കാലം ഡോക്ടർ നമ്മുടെ പഞ്ചായത്തിൽ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. കയറി ചെന്നാൽ എല്ലാവരോടും നല്ല പുഞ്ചിയോടുകൂടി എല്ലാവർക്കും നല്ല സേവനം ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഒരു മാതൃകയായി ഇത്രയും കാലം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട 2 ചേച്ചിമാരാണ്, സാവിത്രി ചേച്ചി, ഓമന ചേച്ചി. 3 പതിറ്റാണ്ടുകൾ അതൊരു ചെറിയ കാലഘട്ടമല്ല, അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാലഘട്ടം അത്രയും അംഗൻവാടിയിൽ കുഞ്ഞു മക്കളോടൊപ്പമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ കാലഘട്ടം അത് അംഗൻവാടികളിലാണ്. അവിടെ നിന്നാണ് അവർ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടും അവർക്കൊരു അമ്മയായും ഒരു അമ്മയുടെ സ്നേഹം അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ പരിപാലിച്ചുകൊണ്ട് അവരുടെ ജീവിതചര്യകളിൽ അവർക്കൊരു മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെ ഒരു മാതൃക, ഒരു തണലും ഒക്കെ ആയിക്കൊണ്ട് അവരുടെ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും അവരുടെ പിന്നെ ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർക്ക് മാതൃക കാണിച്ചു കൊടുത്ത 2 പേരാണ് നമ്മളുടെ കുടുംബത്തിൽ നിന്നും വിരമിക്കുന്നത്. എന്നും നമുക്ക് അഭിമാനിക്കാൻ കാരണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇവരെന്നും ഒരു താങ്ങും തണലുമായിരുന്നു. ഈ 3 പേർക്കും വിരമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള സമയം അവരുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും ഒക്കെ ഒപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരം സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യാത്രയായപ്പോൾ എല്ലാം ജീവിതത്തിൻ്റെ അനിവാര്യമായ സന്ദർഭങ്ങളാണ്. സേവനത്തിന് വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം അവസരങ്ങൾ നഷ്ടത്തിലാണ് നമ്മെ കൂടുതൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഇത് ഒരു അംഗനവാടിയിലെ ഹെൽപ്പർമാരെന്ന് പറയുന്നതും ഡോക്ടർമാർ എന്ന് പറയുന്നതും ഒക്കെ ഒരു സേവനം തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു ശമ്പളമോ അതിൻ്റെ ഇതോ വലിപ്പമോ വെച്ചൊന്നും അല്ല നമ്മളിത് അളക്കുന്നത്. തികച്ച് സേവനമാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞു മക്കളെ ഏറ്റവും വിശ്വസിച്ച്, നമ്മുടെ പൊന്നു ഓമനകളെ നമ്മൾ ഏറ്റവും വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് നമ്മളിവരുടെ കൈകളിലേക്കാണ്. വിവിധ മേഖലയിൽ നിന്ന് സേവനത്തിന് ശേഷം വിരമിക്കുന്നവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു, ആയുർവേദവും അംഗൻവാടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നും കണ്ടില്ലെങ്കിലും ഹൃതിയോടും ഒക്കെ ആണെങ്കിൽ സാധാരണ മനുഷ്യരെ പോലെ പാവങ്ങളായിട്ടുള്ളവരായിരിക്കും. കാഴ്ചകൾ നമുക്ക് എങ്ങനെ അറിയാം? അംഗൻവാടി ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ പ്രായം തോന്നിക്കാത്ത ആളുകളാണ് അംഗൻവാടി ടീച്ചേഴ്സ്. കാരണമുണ്ട്. പാൽപുഞ്ചിരിയോടെ ഉള്ള ചെറിയ കുട്ടികളെ നിത്യജീവിതത്തിൽ കണ്ട് അവരോട് ഇടപഴകി സ്വന്തം ജീവിതം കുട്ടിത്തോളം ഉണ്ടാകുന്നവരാണ് ടീച്ചേഴ്സ്.
അപ്പോൾ അവരും അവരുടെ ഭാവി ജീവിതത്തിലും ശുഭകരമായ ആശംസകൾ നേരുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥർ കൂടിയാണ് ഇവർ. ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പോലും പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളുടെ മേധാവികൾ എന്ന നിലയിൽ പഞ്ചായത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് അലോപ്പതി, ഹോമിയോ, ആയുർവേദം ഈ 3 വകുപ്പുകളിലുള്ള മെഡിക്കൽ ഓഫീസർമാരിൽ ഒരാളായിരുന്നു ശ്രീമതി റെജിനാമ്മ മാഡം. നമ്മുടെ പഞ്ചായത്ത് പദ്ധതിയിൽ വകയിരുത്തുന്ന സേവന മേഖലയിൽ 30% വരുന്ന തുക ചെലവഴിക്കുന്നതിന് മുൻകൈയെടുത്ത ഡോക്ടർമാരെ എന്ന നിലയിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിസ്സീമമായ പ്രവർത്തനങ്ങൾ ഒരു കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള ഒരുപക്ഷെ വാങ്ങുന്ന വേതനത്തിന്റെ 10 മടങ്ങ് സേവനം നൽകി പിരിഞ്ഞു പോകുന്ന ഒരു വിഭാഗമാണ് ഈ 3 പേർ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. മേഡത്തെ പറ്റി പറഞ്ഞു, 1.5 വർഷം മാത്രമാണ് ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതെങ്കിൽ പോലും എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയും ആളുകളുടെ നല്ല പ്രീതി നേടുകയും ചെയ്ത ഒരു ഓഫീസറാണ്. അവരെ സംബന്ധിച്ച് ഞങ്ങളെ ആരും പരിഗണന കുറച്ച് കുറവായിട്ടാണ് കാണാറ്. പക്ഷേ മാറ്റങ്ങൾ വരുന്നുണ്ട്, സന്തോഷം തന്നെയാണ്. ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ചവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ആ ഡോക്ടർ, പ്രത്യേകിച്ച് ഒരു ആയുർവേദ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിട പറയുകയാണെങ്കിൽ പോലും അവരുടെ സേവനം ഇനിയും സമൂഹത്തിന് ആവശ്യമുണ്ട്. അവരത് നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. പൈപ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.